തലേദിവസത്തെ പൂക്കളെല്ലാം വാരിക്കളഞ്ഞ് തറ മെഴുകുകയാണ് കേട്ടോ. തറ മെഴുകാൻ ചാണകവും കരിയും കൂട്ടിയിട്ടാണ് കേട്ടോ തറ മെഴുകുന്നത്. തറ പണിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു തറ മതിയെന്ന്. പിന്നെ പണിത് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തോന്നും കേട്ടോ രണ്ടെണ്ണം, രണ്ടല്ല 3, 5 ആ രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. തവണ നമ്മൾ 3 വെച്ചിട്ടുണ്ട്. ഈ ഓണത്തപ്പനെ വെക്കാറ് പതിവില്ല കേട്ടോ. ചിലപ്പോൾ വെക്കും, ചിലപ്പോൾ വെക്കില്ല. തവണ എന്തായാലും അമ്മ ഉണ്ടാക്കിയ തറ, അപ്പോൾ ഇത്തവണ ഓണത്തപ്പനെ വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഓണത്തപ്പനെയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാറ്. പതിവ് പോലെ തറ മെഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു മുക്കുറ്റി, ഒരു തുമ്പ, ഒരു തുളസി, ഇത് 3 ഓണത്തപ്പൻ്റെ മേലെ അല്ലെങ്കിൽ തറയുടെ നടുക്ക് കുത്തിവെക്കും കേട്ടോ. അപ്പോൾ ഇത്തവണ തുമ്പ വളരെ കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് തുമ്പ അധികമൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇത്രേ വെച്ചിട്ടുള്ളൂ. ഒരു ശംഖുപുഷ്പം കയറി കിടക്കുന്നുണ്ട്, അത് അമ്മ പോയി അതിൽ നിന്നുള്ള പൂവൊക്കെ പറിച്ചെടുക്കുകയാണ്. ഏറ്റവും കുറവുള്ളത് നമ്മൾ ആദ്യം വെക്കും, ബാക്കി കയ്യിലുള്ള അനുസരിച്ച് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കടയിൽ നിന്ന് ഒരിക്കലും പൂ മേടിച്ച് നമ്മൾ ഇതുവരെ പൂ മേടിച്ചിട്ടിട്ടില്ല. അത്യാവശ്യം വേണ്ട പൂക്കളെല്ലാം നമ്മുടെ മുറ്റത്ത് തന്നെ വെച്ച് പിടിപ്പിക്കാറുള്ള കേട്ടോ. ഇത്തവണ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ തുമ്പയും നമ്മുടെ മുറ്റത്ത് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു, അത് നേരത്തെ ഉണ്ടായി തീർന്നു. ഇനിയിപ്പോൾ ഓണം കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അവർ വീണ്ടും ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ പൂക്കളും ഓരോ ലെയർ വെച്ച് വെക്കാനില്ലാത്തതുകൊണ്ട് പകുതി പകുതിയും ഇടകലർത്തി വയ്ക്കുകയാണ് കേട്ടോ ഇടുന്നത്. ചെമ്പരത്തി ഒന്നും തീരെ ഇല്ല കേട്ടോ ഇത്തവണ. കഴിഞ്ഞ തവണ അതിന് മുന്നേയൊക്കെ ചെമ്പരത്തി മാത്രമേ കൊണ്ടായിരുന്നു. ചെമ്പരത്തിയായിരുന്നു ഏറ്റവും കൂടുതൽ. ഓരോ തവണയും ഓരോന്ന് മാറി മാറിയാണ്. ഓരോ വർഷം കഴിയുന്തോറും എല്ലാം മാറി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ ഓർമ്മ തൊട്ട് ഞാനും അമ്മമ്മയാണ് പൂട്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞനിയൻ വന്നപ്പോൾ അവനും ഞാനും അമ്മമ്മയായി. പിന്നെ അമ്മമ്മ പോയി, അതിനുശേഷം ഞാനും അനിയനുമായി. ഞാനും കല്യാണം കഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അമ്മയും അനിയനുമായി. ഇപ്പം അനിയനും ക്ലാസ്സിൻ്റെ തിരക്കുകളും കാര്യങ്ങളുമായി. അവസാനം ഇപ്പം അമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ പൂടുന്നത്. അമ്മ ഇപ്പോൾ അമ്മമ്മയായി. അമ്മമ്മയും മോളും കൊച്ചുമോളും എല്ലാവരും കൂടിയാണ് കേട്ടോ ഇത്തവണ പൂടുന്നത്. ഇന്നത്തെ പൂക്കളം ഇതാണ്. മഞ്ഞപ്പൂക്കളാണ് ഏറ്റവും കൂടുതൽ തറയിൽ കാണുന്നത്. മഞ്ഞപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചപ്പും നമ്മൾ മുറിച്ചിടാറുണ്ട് കേട്ടോ. ചെടിയിലെ പൂക്കളെല്ലാം പറിച്ച് തറയിൽ വെച്ച കാരണം തേനീച്ചകളെല്ലാം തറയിലെ പൂക്കളിലാണ് കേട്ടോ. തറ പണിതിട്ടുണ്ടെങ്കിലും തറ കവിഞ്ഞ് താഴേക്കും പൂവിട്ടാലാണ് കേട്ടോ തൃപ്തി വരുള്ളൂ. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. അമ്മയ്ക്ക് തറ കഴിഞ്ഞ് താഴോട്ട് പൂ വയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചപ്പാണെങ്കിലും അമ്മ പറിച്ച് വയ്ക്കും കേട്ടോ. പിന്നെ തറ കാണാതെ പൂ വയ്ക്കണതാണ് അമ്മയ്ക്കും ഇഷ്ടം. പക്ഷെ പൂക്കൾ കുറവായതുകൊണ്ട് നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റാറില്ല. പിന്നെ അമ്മയ്ക്കും സമയം ചിലപ്പോൾ കിട്ടാറില്ല, വേറെ പണികളും കാര്യങ്ങളും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്. ഞാൻ വീട്ടിലില്ലാത്ത ദിവസങ്ങളിൽ അമ്മ പൂവിട്ടതിന് ശേഷം എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും കേട്ടോ. കുറച്ച് ദിവസത്തെ പൂക്കളം അങ്ങനെ ഫോട്ടോയിലൂടെ മാത്രം ഒതുങ്ങിപ്പോയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൂക്കളത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടോ. പണ്ടത്തെ പോലെ അത്ര മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് പൂവെല്ലാം തറയിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാടാൻ തുടങ്ങും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.